ആനകളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഈ കവലയിലും വീടുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് ഈ പ്രൈവറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോലത്തിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കൊണ്ടും മരത്തോണ്ടും ഉണ്ടാക്കിയ പ്രതിമകൾ വെച്ച് കെട്ടി ആഘോഷപൂർവ്വം ഒരമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള എഴുന്നള്ളിപ്പിൻ്റെ രൂപത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ. അതിൽ ഭക്തിയൊന്നുമില്ല, ആഘോഷമാണ്. ഇത് കൂടുതലും ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലാണ് ഇങ്ങനെ ഈ കവലയിൽ നിന്നും വായനശാലയുടെ മുമ്പിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ പുറപ്പെടുന്നത്. ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരവരുടെ പള്ളിയിലത്തെ നേർച്ച ദിവസം പള്ളിയിലേക്ക് കുറച്ച് പേർക്ക് പോകാനായിട്ട് വീടുകളിൻ്റെ മുമ്പിൽ നിന്നും കവലയിൽ നിന്നും കുറേ ആളുകളെ അവർ ലേലം വിളിച്ച് പൈസ വാങ്ങിച്ച് ആനപ്പുറത്ത് കയറ്റും. അങ്ങനെ കയറ്റുമ്പോൾ 6-7 ആളുകളൊക്കെ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടാവും. അത് ഇവർക്ക് വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകാനാണ് ഈ പോക്ക്. ഇത് ഒരു ദിവസം കാലത്ത് 7 മണിക്ക് തുടങ്ങിയാൽ ഈ ലേലം വിളി പരസ്യമായിട്ട് ഇവർ ഓരോ വീട്ടിന് മുമ്പിലും വെച്ചിട്ട് ആനപ്പുറത്ത് കയറാനുള്ള പൈസ ലേലം വിളിച്ച് വാങ്ങിക്കും. അപ്പോൾ അവിടെയുള്ള ഒരു ആനപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ ആനയെ പള്ളിയിലേക്ക് നടത്തിക്കും. അത് കഴിഞ്ഞാൽ ആ പള്ളിയിൽ നിന്ന് തിരിച്ച് ഈ വീട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് ഈ ആനനെ വേറൊരു വീട്ടിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ വേറൊരു കവലയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാലത്ത് 7 തൊട്ട് വൈകുന്നേരം 3 മണി വരെയൊക്കെ ഈ ഉത്സവങ്ങൾ എന്നുള്ള രൂപത്തിൽ മുസ്ലിം പള്ളികളിൽ ഇത് ഭീകരമായിട്ട് നടക്കുന്നുണ്ട്. അതിന് ഭക്തിയൊന്നുമല്ല, അവരുടെ ആവേശമാണ് കാണിക്കുന്നത്. വീട്ടിലുള്ള കുറേ പൈസ യാന കോൺട്രാക്ടർമാരുടെ കയ്യിലേക്ക് പോകും. അങ്ങനെ ആ പോകുന്ന പോക്കിൽ കണ്ടമാനം പൈസ ഇതിൻ്റെ ഇടയിലുള്ള ഏജൻറ്റുമാർ വാങ്ങിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പരസ്യമായിട്ട് സ്റ്റേജിൽ നിന്നിട്ട് ഒരാനയുടെ മുകളിൽ കയറാനായിട്ട് ആളുകളെ ക്ഷണിച്ച് ലേലം വിളിക്കുന്ന ഒരു പരിപാടി ആ സംഘാടകരെ തന്നെ പുറത്തേക്ക് വിട്ടിരുന്നു. അതിപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അന്വേഷണമാണ്. ഈ ആനയെ ഒരു കാരണവശാലും പണം കൊടുത്തിട്ട് ഉപയോഗിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറയുന്നുണ്ട്. ലേലം വിളിക്കൽ ആനേനെ വെച്ചിട്ട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്യമായിട്ട് ലംഘിച്ചിട്ടാണ് ഈ മുസ്ലിം പള്ളികളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഇത് എഴുന്നള്ളിക്കുന്നത്. ചില പള്ളികളിലൊരു ബോർഡ് കാണാം, ജീവനുള്ള ആനയെ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പള്ളിയുടെ ഉള്ളിൽ അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പള്ളി പെരുന്നാളിന് കൂടുതൽ ഈ പള്ളിയിലെ അച്ഛന്മാർക്കും കാര്യക്കാർക്കൊക്കെയാണ് അവിടെ റോള്, നാട്ടുകാർക്ക് വലിയ റോളൊന്നുമില്ല. അപ്പോൾ പള്ളിയിലെ അച്ഛന്മാരും കാര്യക്കാരന്മാരും പള്ളി പെരുന്നാളിന് പള്ളിയുടെ ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പലതും ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നാട്ടുകാർ ആനകളെ കൊണ്ടുവരുന്നത്. ഈ ആനകളെ കൊണ്ടുവന്നിട്ട് അവർ ഓരോ വീടുകളുടെ മുമ്പിൽ നിന്ന് കവലയിൽ നിന്നൊക്കെ എഴുന്നള്ളിച്ച് പള്ളിയുടെ മുമ്പിലേക്ക് വരുന്ന ഘോഷയാത്രയാണ് ഈ പത്രക്കാരും ടി വിക്കാരും എടുത്തിട്ട് പള്ളിപ്പെരുന്നാളിന് ആനകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്.